വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ്. ട്രേഡർ, ഓപ്ഷൻ ട്രേഡർ, TOT. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 17-ാം തീയതിയാണ്, ഫെബ്രുവരി മാസം 2025 രാവിലെ 7:16 ആയിട്ടുണ്ട്. നമ്മൾ ഇമോഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ 2-3 വീഡിയോയ്ക്ക് മുന്നേ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് കൺട്രോൾ, നമുക്ക് എങ്ങനെയാണ് അത് വാച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇമോഷൻ നമ്മൾ വാച്ച് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. അതിനുശേഷം അതിനെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിനുശേഷം അത് അപ്ലൈ ചെയ്യണം. സോ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു SL രാവിലെ അടിച്ചു കഴിഞ്ഞാൽ ആ SL അത് ഓവർകം ചെയ്ത് ഗ്രീനിൽ കൊണ്ടുവരാനായിട്ട് വിചാരിക്കരുത്. കാരണം 98% ഓപ്ഷൻ ബയറും അല്ലെങ്കിൽ 95% ഓപ്ഷൻ ബയറും എന്താ ചെയ്യുക വെച്ചാൽ, ഈ SL അടിച്ചു കഴിഞ്ഞാൽ അതിനെ റിവഞ്ച് ട്രേഡ് എടുത്ത് അതിനെ ഗ്രീനിൽ എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ നിഫ്റ്റിയിലായിക്കോട്ടെ, സ്റ്റോക്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലായിക്കോട്ടെ ട്രേഡ് ചെയ്യുമ്പോൾ അവർ ആ ഒരു സ്വഭാവ സവിശേഷതകൾ, അല്ല ആ ഇമോഷൻ അവർക്ക് അതിഭയങ്കരമായിട്ട് അവർക്ക് വരുന്നത് കാണാൻ പറ്റും. നിറച്ച ആൾക്കാർ അതുകൊണ്ടാണല്ലോ ഈ ലോട്ട് സൈസ് കുറയ്ക്കുന്നതും കൂടുന്നതും, നിറച്ച ആൾക്കാർ ലോസിലാണെന്ന് പറയുന്നതും, ഈ ബ്രോക്കറൊക്കെ അതിന് മറ്റേ ആട്ടോ ലോക്ക് വയ്ക്കുന്നതും. ഇതൊക്കെ നമ്മുടെ ഇമോഷനെ അവർ മുതലാക്കി അവർ കാശ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള എന്താണ് കഴിവെന്ന് വെച്ചാൽ മറക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു SL അടിക്കുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക. ആ സെക്കൻഡിൽ തന്നെ ആ ലോസിനെ അങ്ങ് മറക്കുക. അത് എത്ര രൂപയാണെങ്കിലും. അല്ലെങ്കിൽ ഈ ഇമോഷൻ കൂടിയിട്ട് റിവഞ്ച് ട്രേഡായി ആ ലോസ്, അതായത് രാവിലെ ആയതിൻ്റെ ഒരു SLൻ്റെ 3 അല്ലെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 6 ടൈം അധികം ലോസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ശ്രദ്ധിക്കുക, ആ നെഗറ്റീവായിട്ടുള്ള കാര്യം ആ സെക്കൻഡ് തന്നെ അങ്ങ് മറന്നിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും, ഞാൻ മൊബൈലിലാണ് ട്രേഡ് ചെയ്യണത്. സോ ആ പ്ലാറ്റ്ഫോം ഞാൻ ഓഫ് ചെയ്ത് വയ്ക്കും. അതേപോലെ നിങ്ങളും അങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കരുത് അപ്പോഴപ്പോഴായിട്ട് എന്തായി, താഴോട്ട് പോയി കാണോ, മുകളിലോട്ട് പോയോ, അങ്ങനത്തെ, അതായത് ആ ചിന്തയെ വരരുത്. ട്രേഡിങ്ങിൻ്റെ ചിന്തയോ അല്ലെങ്കിൽ നിഫ്റ്റിയിലെയോ ബാങ്ക് നിഫ്റ്റിയിലെയോ ചിന്തയോ വരരുത്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ ചിന്ത വരരുത്. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ആ മറക്കാനുള്ള ശേഷി, ആ മറവി ദൈവം തന്നത് നമ്മളത് യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ കൺസിസ്റ്റൻസി കിട്ടുമ്പോൾ ഒരു ദിവസം ഒരു ട്രേഡോ 2 ട്രേഡോ എടുക്കാനുള്ള സാധ്യതകൾ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുമ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഒരു പക്വത വരും. ഓക്കെ, ഇത് ഇന്നത്തെ ഇമോഷനാണ്, ഇതിങ്ങനെയാണ് എന്നുള്ളൊരു പക്വത വരും. എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർ ദ പീരിയഡ്, ഇത് ഉടനെ ഒന്നും നടക്കില്ല, ഒരു ദിവസം കൊണ്ട് സാധ്യപ്പെടുന്ന കാര്യമല്ല ഇത്. പക്ഷേ ഇതിനെ ഷുവറായിട്ടും എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും ദൈവം കൺട്രോൾ ചെയ്യാനുള്ള പവർ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ ലെവല് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ ഇത് 100% നമുക്ക് ഇവിടെ 100% ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 90% അല്ലെങ്കിൽ 85-90% ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ. ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് നമ്മൾ ലൈവ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരെയും അട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇതിൽ വന്ന് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ലെവലിൽ വരുമ്പം എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നമുക്ക് 85-90% അക്യൂറസി വേറെ എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഈ 2 ലൈന് താഴെയും 2 ലൈൻ മുകളിലും വരച്ചിട്ട് ഇതിൻ്റെ അക്യൂറസി ആരും ഇങ്ങനെ ഇതുവരെയും തന്നിട്ടുമില്ല. സോ എല്ലാവരും മറ്റേ പാറ്റേൺസാണ്, അവിടെ നിന്ന് മുകളിലോട്ട് വരാ, താഴോട്ട്, ഇതൊക്കെ ഇതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ വെറും ഈ 2 ലൈനിലാണ് താഴെയും മുകളിലും, നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അവരുടെ റേഞ്ചുകളും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്തേക്കുന്നത്. സോ ഈ ലെവൽ നോക്കുക. താഴെ വന്നിട്ട് നല്ല സിഗ്നൽ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ താഴെ നിന്ന് റിവേഴ്സലും, അല്ലെങ്കിൽ മുകളിൽ പോയിട്ട് റെസിസ്റ്റൻസിൻ്റെ അവിടെ നല്ല സിഗ്നൽ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടും നമുക്ക്
നോക്കാവുന്നതാണ്. വേറെ എന്ത് സ്ട്രാറ്റജി വേണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണോ ചാർട്ട് പാറ്റേണോ എന്ത് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഓപ്ഷൻ ബൈയിങ് ചെയ്ത് ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.